Welcome back, my dear students, on a new lecture on matrix theory. So, previous lecture, നമ്മൾ homogeneous system of linear equations solutions കണ്ടുപിടിക്കാനുള്ള techniques ആണ് ഡിസ്കസ് ചെയ്തത്. So, in this lecture, we will discuss about solution of non-homogeneous system. ഹോമോജീനിയസ് അല്ലാത്ത സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം a11 x1 plus a12 x2 plus etc. a1n xn is equal to b1, a21 x1 plus a22 x2 plus etc. a2n xn is equal to b2, etc. am1 x1 plus am2 x2 plus etc. amn xn is equal to bn. ഇത് m ഇക്വേഷൻസ് ഇൻ n unknowns. ഓക്കെ, നമ്മൾ ആദ്യം ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമാറ്റിൽ മാറ്റി, വേർ എ എക്സ് ബി ആർ ഓഫ് ദ ഫോം എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് a11 a12 എക്സെട്ര a1n a21 a22 എക്സെട്ര a2n എക്സെട്ര am1 am2 എക്സെട്ര amn. ഇത് m by n മെട്രിക്സ് ആണ്. ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു x1 s2 എക്സെട്ര xn ഇത് കോളം മെട്രിക്സ് ആണ്. ബി ഈസ് ഈക്വൽ ടു b1 b2 എക്സെട്ര bm ദിസ് എ കോളം മെട്രിക്സ്. ഇതാണ് നമ്മുടെ ഫോമാറ്റ്. നമ്മൾ ആദ്യം ഹോമോജീനിയസ് സിസ്റ്റം പഠിച്ചപ്പോൾ എ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതായിരുന്നു, അതായത് ബി ഈസ് ഈക്വൽ ടു 0 മെട്രിക്സ് എന്നായിരുന്നു കിട്ടുന്നത്. അങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. സോ ഇവിടെ ബി 0 അല്ല. ഓക്കെ, അപ്പോൾ ബി 0 അല്ലാത്ത സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമാറ്റിൽ ബി നോട്ട് ഈക്വൽ ടു 0 ആകുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെയാണ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. നൗ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ റാങ്ക് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ദ ഐഡിയ വാസ് റാങ്ക് ഓഫ് എ മെട്രിക്സും നമ്പർ ഓഫ് വേരിയബിൾസും എന്താണെങ്കിൽ സെയിം ആണെങ്കിൽ we get the unique solution. Rank of a matrix is less than number of variables ആണെങ്കിൽ we get the infinite number of solution. ഇവിടെയും സിമിലർ ആണ്, but we define a new type of matrix called augmented matrix. Okay, augmented matrix എന്ന് വെച്ചാൽ it is of the form matrix AB. Ax is equal to b എന്നുള്ള മെട്രിക്സ് എന്ന് ജനറേറ്റ് ചെയ്യുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ് ഈസ് ഓഫ് ദ ഫോം എ ബി. ദാറ്റ് ഈസ് നമ്മൾ മെട്രിക്സ് എ എഴുതും, അതിനോടൊപ്പം ലാസ്റ്റ് കോളത്തിൻ്റെ അകത്ത് മെട്രിക്സ് ബിയുടെ എടുത്തെഴുതും. അങ്ങനെ കിട്ടുന്ന പുതിയ മെട്രിക്സിനെയാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കേസിൽ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ഈസ് ഓഫ് ദ ഫോം, ആദ്യം മെട്രിക്സ് എ എഴുതുക, ദാറ്റ് ഈസ് a11 a12 എക്സെട്ര a1n a21 a22 etc. a2n etc. am1 am2 etc. amn and last in matrix b യുടെ കോളം matrix b കൂടെ ചേർത്ത് എഴുതുക. സോ ദിസ് ഈസ് b1 b2 etc. bn. ഈ പുതിയ മെട്രിക്സിനെയാണ് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. സോ augmented matrix is a matrix obtained from a system of equation ax is equal to b by replacing the last column by the matrix p. അപ്പം എയുടെ ലാസ്റ്റ് കോളത്തിൻ്റെ അകത്ത് പി എന്ന് പറഞ്ഞ് പുതിയൊരു കോളം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിനെയാണ് we call it as augmented matrix. We can formally define augmented matrix as the matrix AB which is obtained by placing the constant column matrix B to the right of the matrix A is called augmented matrix. അതായത് എ എന്നുള്ള മെട്രിക്സിൻ്റെ റൈറ്റ് സൈഡിൽ ലാസ്റ്റ് കോളം മെട്രിക്സ് കോൺസ്റ്റന്റ് കോളം മെട്രിക്സ് ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ മെട്രിക്സിനെയാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റം ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനെ കുറിച്ച് ധാരണ ഉണ്ടാകും. സോ ദ ഐഡിയ ഓക്കെ, നമ്മൾ അത് യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ്, write the system in ax is equal to b format. നമ്മൾ മെട്രിക്സ് ഫോർമുലക്ക് മാറ്റുക. ax is equal to b, എയും ബിയും എയും എക്സും ബിയും എഴുതുക. സെക്കൻഡ്, form the augmented matrix.
Third, find the rank of augmented matrix AB and matrix A. എയുടെയും എ ബിയുടെയും റാങ്ക് കണ്ടുപിടിക്കും. ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും എയുടെയും റാങ്ക് കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് പല കേസായിട്ട് തിരിക്കാം. ഓക്കെ, കേസ് 1. If rank of augmented matrix AB and rank of the matrix A is same, we call the system is to be consistent. അതായത് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും സെയിം ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, വിച്ച് മീൻസ് സിസ്റ്റം ഹാസ് എ സൊല്യൂഷൻ. ഇറ്റ് ഹാസ് എ സൊല്യൂഷൻ. സോ സൊല്യൂഷൻ ഉള്ള കേസിലും we have two different cases. Either it has a unique solution or it has a infinitely many solution. So case in the first part, if rank of AB which is equal to rank of A which is equal to number of variables n എന്നുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഹാസ് എ യുണീക് സൊല്യൂഷൻ. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ആ സൊല്യൂഷൻ 0 ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ബി എന്തല്ല, 0 അല്ല. സോ 0 ഇതിന്റെ സൊല്യൂഷൻ ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ദ സെക്കൻഡ് കേസ് ഈസ് എന്ത് വരാം, റാങ്ക് ഓഫ് എ ബി ആൻഡ് ഇഫ് റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ വിച്ച് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്. നമ്പർ ഓഫ് വേരിയബിൾസിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ, ദാറ്റ് ഈസ് എൻ, എന്നിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇപ്പം 2 കേസുമായി. സോ നമ്മൾ പ്രീവിയസ്ലി പഠിച്ച അതേ ഐഡിയ തന്നെയാണ് ഇവിടെ. പക്ഷേ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും റാങ്ക് സെയിം ആയിരിക്കണം. ഓക്കെ, ഇനിയും ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് സെയിം ആവുകയും അത് നമ്പർ ഓഫ് വേരിയബിൾസുമായിട്ട് ഈക്വൽ ആവുകയും ചെയ്താൽ ഇറ്റ് ഹാസ് എ യൂണിക് സൊല്യൂഷൻ. ഇഫ് ദാറ്റ് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്, ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ആൻഡ് ദ നെക്സ്റ്റ് കേസ് ഈസ് കേസ് 2. That is, if rank of AB not equal to rank of A, then the system is inconsistent, meaning it has no solution. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ബി. 2 ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യുക. ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുക. അത് 2 സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഹാസ് എ സൊല്യൂഷൻ. അവിടെയും 2 സബ് കേസുകളുണ്ട്. ഒന്നുകിൽ യുണീക് സൊല്യൂഷൻ വരാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരാം. ഈ റാങ്ക് നമ്പർ ഓഫ് വേരിയബിൾസുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഹാസ് എ യുണീക് സൊല്യൂഷൻ. റാങ്ക് ഇഫ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്, ഇറ്റ് ഹാസ് എ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇനി റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സും റാങ്ക് ഓഫ് എ മെട്രിക്സും സെയിം അല്ലെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് അല്ല. സോ ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. So this is the general idea of solution of non-homogeneous system of linear equation. Non-homogeneous system solve ചെയ്യുന്ന general method ഇതാണ്. Now we move on to some examples. So the question is, test the consistency of the following system. If consistent, solve it. താഴെ പറഞ്ഞ സിസ്റ്റത്തിന്റെ കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക, വിച്ച് മീൻസ് ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സിസ്റ്റം ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 9, 2x പ്ലസ് 5y പ്ലസ് 7 ഇസഡ് ഈസ് ഈക്വൽ ടു 52, 2x പ്ലസ് വൈ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആദ്യം ഓഗ്മെന്റഡ് മെട്രിക്സ്, ഇതിനെ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോർമാറ്റിലാക്കുക. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക. ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും മെട്രിക്സ് എയുടെയും റാങ്ക് കണ്ടുപിടിക്കുക. ദാറ്റ്സ് ദ ഐഡിയ. സോ സൊല്യൂഷൻ ഈസ്, ദിസ് ഈസ് ഓഫ് ദ ഫോം
AX is equal to B. ഇത് AX is equal to B എന്നുള്ള ഫോർമാറ്റിലാണ്. where A is equal to matrix 1 1 1 2 5 7 2 1 minus 1. അതായത് ഇതിന്റെ കോഎഫിഷ്യൻസ് എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈയുടെ കോഎഫിഷ്യന്റ് 1, ഇസഡിന്റെ കോഎഫിഷ്യന്റ് 1. ദാറ്റ്സ് ദ ഫസ്റ്റ് റോ. സെക്കൻഡ് റോ എക്സിന്റെ കോഎഫിഷ്യന്റ് 2, വൈയുടെ കോഎഫിഷ്യന്റ് 5, ഇസഡിന്റെ കോഎഫിഷ്യന്റ് 7. ദാറ്റ്സ് ദ സെക്കൻഡ് റോ. തേർഡ് റോ എക്സിന്റെ കോഎഫിഷ്യന്റ് 2, വൈയുടെ കോഎഫിഷ്യന്റ് 1, ഇസഡിന്റെ കോഎഫിഷ്യന്റ് -1. ദാറ്റ്സ് ദ തേർഡ് റോ. ഓക്കെ. ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ വേരിയബിൾസ് എക്സ് വൈ ഇസഡ് ആണ്. സോ എക്സ് വൈ ഇസഡ്. B is equal to constant ആണ് 9 52 0. So B is equal to 9 52 0. Okay. Now അടുത്തതായിട്ടോ അപ്പോൾ AX is equal to B എന്ന് എഴുതി. Augmented matrix. Now augmented matrix AB is നമ്മൾ ഈ മെട്രിക്സിനോടൊപ്പം ലാസ്റ്റ് ഒരു പുതിയ കോളം കൂടെ ആഡ് ചെയ്ത് ഇതുകൂടെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 1 1 1 2 5 7 2 1 minus 1 last column 9 52 0. ഇതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഓക്കെ. ആദ്യം ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുക. ഓക്കെ. നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻട്രി 1 ആയിരിക്കണം. ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇൻ ദ ഫസ്റ്റ് റോ അത് 1 ആണ്. താഴത്തെ രണ്ട് എൻട്രീസും 0 ആയിരിക്കണം. സോ 2ഉം ഈ 2ഉം 0 ആക്കണം. ഈ 1 വെച്ചിട്ട് വേണം 0 ആക്കാൻ. ഓക്കെ. സോ ഇത് 0 ആക്കാൻ വേണ്ടി ഈ എൻട്രിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചാൽ മതി. സോ നമുക്കത് അനുസരിച്ച് എഴുതാം. R2 ഈസ് ഈക്വൽ ടു R2 മൈനസ് ഈ ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കുക 2R1. അതുപോലെ തന്നെ ഇതിനെ 0 ആക്കാൻ വേണ്ടി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്താൽ മതി. സോ തേർഡ് റോ R3 ഈസ് ഈക്വൽ ടു R3 മൈനസ് 2R1. ഓക്കെ. ഇപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് മെട്രിക്സ് എഴുതുന്നു. ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമില്ല. 1 1 1 9. സെക്കൻഡ് റോയ്ക്ക് ഈ എൻട്രി 0 ആയി, ഈ എൻട്രി 0 ആയി. ഓക്കെ. ഇനി അതേ ഓപ്പറേഷൻസ് തന്നെ ഇവിടെ ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് R2 5 minus 2 into this entry 5 minus 2 which is 3. Next is 7 minus 2 into this entry 7 minus 2 which is 5. Next is 52 minus 2 into this entry 52 minus 18. Okay, 52 minus 18 is 34. Next this 2 minus 2 into 1 which is 0. 1 minus 2 into 1 1 minus 2 which is minus 1. Next is minus 1 minus 2 into 1 minus 1 minus 2 എന്ന് കിട്ടും which is minus 3. 0 minus 2 into 18 2 into 9 0 minus 2 into 9 is 0 minus 18 that is minus 18. This is the first matrix. So first row ile first pivot element 1 ആയി, ബാക്കി താഴെ ഉള്ളതെല്ലാം 0 ആയി. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി വിച്ച് ഈസ് 3. അത് 1 ആകണം. അപ്പോൾ ഇത് 3 ആണ്. ഇത് 1 ആക്കാൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പ്രൊസീഡ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. 1. 2 ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ 3 മൈനസ് 2 വിച്ച് ഈസ് 1 എന്ന് കിട്ടും. അങ്ങനെ ചെയ്താലും മതി. ഞാൻ രണ്ടാമത്തെ മെത്തഡാണ് ഫോളോ ചെയ്യുന്നത്. സോ ഹിയർ R2 implies R2 plus 2 into R3. Okay. കാരണം മൈനസ് 1 into 2 is minus 2. 3 plus minus 2 is actually 1. ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമില്ല. സോ 1 1 1 9. സോ 0 plus 2 into 0 is 0. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എൻട്രി 0 എൻട്രീസിന് വ്യത്യാസമൊന്നും ഉണ്ടാകരുത്. ഓക്കെ. 3 minus 2 is 1. 5 plus minus 3 into 2 5 minus 6 എന്ന് കിട്ടും. 5 minus 6 is minus 1. നിങ്ങൾ എഴുതി നോക്കുക. 34 plus 2 into minus 18 എന്ന് കിട്ടും. 34 plus 2 into minus 18 അതായത് 34 minus 36 എന്ന് കിട്ടും. ദാറ്റ് ഈസ് minus 2. തേർഡ് കോളത്തിന് റോയ്ക്ക് വ്യത്യാസമില്ല. 0 minus 1 minus 3 minus 18. സോ ഈ എൻട്രി 1 ആയി.
നെക്സ്റ്റ് ഈസ് ഈ എൻട്രി 1 ആയി കഴിഞ്ഞാൽ ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എൻട്രീസ് എല്ലാം 0 ആക്കുക. ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ എൻട്രി 0 ആകണം, ഈ എൻട്രിയും 0 ആകണം. ഈ എൻട്രി 0 ആകാൻ വേണ്ടി ഇതിൽ നിന്ന് കുറച്ചാൽ മതി. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് R1 എൻട്രി 0 ആകാൻ വേണ്ടി R1 മൈനസ് R2. എപ്പോഴും ഈ എൻട്രി വെച്ചിട്ട് മേളത്തെയും താഴത്തെയും 0 ആക്കാം. ഇനി ഈ എൻട്രി 0 ആകാൻ വേണ്ടി ഈ 1 കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് R3 ഇംപ്ലൈസ് തേർഡ് റോയിലെ എൻട്രി 0 ആകാൻ വേണ്ടി R3 പ്ലസ് R2. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. സോ 1 മൈനസ് 0 ഈസ് 1, 1 മൈനസ് 1 ഈസ് 0, 1 മൈനസ് മൈനസ് 1, 1 മൈനസ് മൈനസ് 1 ഈസ് ആക്ച്വലി 1 പ്ലസ് 1 വിച്ച് ഈസ് 2, 9 മൈനസ് മൈനസ് 2, 9 minus minus 2 is 9 plus 2 which is 11. Next row 0, 1, minus 1, minus 2. Next is 0. This is Kuti 1 plus 1, 1 minus 1 is 0. Minus 1 minus 3 is minus 4. Minus 18 minus 2 is actually minus 20. ഈ റോയിലെ എൻട്രി കൂട്ടുന്നതാണ് ഈ റോയിലെ എൻട്രി. ഓക്കെ, സോ ദിസ് ഈസ് അപ്പം സെക്കൻഡ് റോയിലെ ഈ എൻട്രി എന്തായി 1 ആയി, അതിന്റെ മേളിന് താഴെ 0 ആയി. നെക്സ്റ്റ് ഈസ് നമുക്ക് ഈ എൻട്രി തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കണം. ഓക്കെ, ഇത് ഫസ്റ്റ് നോൺ സീറോ എൻട്രി -4 ആണ്. -4 1 ആക്കാൻ വേണ്ടി -4 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ദിസ് ബിക്കംസ് R3 ഇംപ്ലൈസ് R3 by -4. നിങ്ങൾക്ക് വേറെ എന്തൊരു ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സീറോസിനൊന്നും ചേഞ്ച് വരരുത്, വരാതെ വേണം ഓപ്പറേഷൻസ് ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് റോ ഈസ് ഒരു വ്യത്യാസമില്ല 1 0 2 11. സെക്കൻഡ് റോ ഈസ് 0 1 -1 -2, 0 1 -1 -2. തേർഡ് റോ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 0 0 1 20 -20 ഡിവൈഡ് ബൈ 4 ഈസ് 5. 0 0 1 5. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി എൻട്രീസ്, ഇത് പിവട്ട് എലമെന്റ്, ബാക്കി 2 എൻട്രീസും 0 ആക്കണം. ഈ എൻട്രി 0 ആക്കാൻ വേണ്ടി ഈ 1 കൂട്ടിയാൽ മതി. സോ R2വിലെ -1 0 ആകാൻ വേണ്ടി R2 ഇംപ്ലൈസ് R2നെ R3 കൂട്ടിയാൽ മതി. ഇനി ഈ എൻട്രി 0 ആകാൻ വേണ്ടി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്താൽ മതി. സോ R1ലെ എൻട്രി 0 ആകാൻ വേണ്ടി R1 minus 2 into R3 0. ഇപ്പോഴും പിവട്ട് എലമെന്റ്സ് വെച്ച് വേണം ബാക്കി എൻട്രീസ് 0 ആകാൻ. സോ ദിസ് ബിക്കംസ്, നമ്മൾ തേർഡ് റോയ്ക്ക് നമ്മൾ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. സോ 0 0 1 5. സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസമുണ്ട്, ഫസ്റ്റ് റോയും തേർഡ് റോയ്ക്ക് വ്യത്യാസമുണ്ട്. തേർഡ് റോ ഈക്വൽ സെക്കൻഡ് റോ ഈക്വൽ ടു സെക്കൻഡ് റോ പ്ലസ് തേർഡ് റോ. സോ 0 plus 1 is 0, 1 plus 0 is 1, 1 minus 1 is 0, -2 plus 5 is 3. ഇനി ഇത് വ്യത്യാസമുണ്ട്, ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് റോ ഈസ് 1 minus 2 into 0, 1 minus 2 into 0 is 1, 0 minus 2 into 0 is 0, 2 minus 2 into 1 is 2 minus 2 which is 0, 11 minus 2 into 5. ഇവിടെ 11 minus 2 into 5, 11 minus 10 is 1. Okay, so this is the matrix. ഇത് എക്കലോൺ ഫോമിലായി ഈ മെട്രിക്സ്. പിവട്ട് എലമെന്റ്സ് എല്ലാം 1 ആയി. പിവട്ട് എലമെന്റ്സ് വെച്ചാൽ ഒരു റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആയി. ആ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിന്റെ ബാക്കി എൻട്രി 0 ആയി. ഫസ്റ്റ് പിവട്ടിന്റെ റൈറ്റ് സൈഡിലാണ് നെക്സ്റ്റ് പിവട്ട് എലമെന്റ്സ്. ഓക്കെ, 0 റോസ് ഒന്നും ഇല്ല. സോ ദിസ് ഈസ് ഇൻ ദ എക്കലോൺ ഫോം. This is in the echelon form. Okay, അപ്പോൾ ഇത് എക്കലോൺ ഫോമിലായി. Now rank AB is equal to number of non-zero rows. ഇവിടെ 3 non-zero rows ഉണ്ട്. So rank should be equal to 3 എന്ന് കിട്ടും. ഓക്കെ, റാങ്ക് കിട്ടും. ഇനി റാങ്ക് ഓഫ് എ കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് എഴുതിയത്. ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് 3 കോളം C1 C2 C3 മെട്രിക്സ് ഏതെന്നെയാണ്. ലാസ്റ്റ് കോളം മാത്രമേ ആഡ് ചെയ്തു.
ഈ മെട്രിക്സിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഈ മെട്രിക്സ് കിട്ടിയത്. ഓക്കെ, ഇന്റർചേഞ്ച് ഒന്നും നടത്താതെ ഈ മെട്രിക്സ് കിട്ടിയത്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് കോളം എന്ന് വെച്ചാൽ ഫസ്റ്റ് 3 കോളം എന്ന് വെച്ചാൽ എക്ക് ഇക്വലന്റ് ആയ കോളമാണ്. സോ റാങ്ക് ഓഫ് എ കിട്ടാൻ വേണ്ടി ദ ഇക്വലന്റ് മെട്രിക്സ് ഓഫ് എ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഫസ്റ്റ് 3 കോളം എടുത്തെഴുതിയാൽ മതി. വിച്ച് ഷുഡ് ബി ദ ഇക്വലന്റ് ഫോം ഓഫ് എ. സോ ദ ഇക്വലന്റ് ഫോം ഓഫ് എ ഈസ് A equivalent form 1 0 0 0 1 0 0 0 1. നിങ്ങൾ എ സിംപ്ലിഫൈ ചെയ്താൽ ലാസ്റ്റ് ഇങ്ങനെ തന്നെ കിട്ടും. ഇത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലാണ്. ഇതിന്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് വെച്ചാൽ 3 ആണ്. സോ റാങ്ക് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ എ ബിയുടെ റാങ്കിൽ നിന്ന് എയുടെ റാങ്ക് കണ്ടുപിടിക്കാം. റോസ് കോളംസ് ഇന്റർചേഞ്ച് ഒരിക്കലും ചെയ്യരുത്. ഇതിൻ്റെ അകത്ത് ഓപ്പറേഷൻസ് ഒരിക്കലും കോളം ഇന്റർചേഞ്ച് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രോസസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എക്കലോൺ ഫോമിലേക്ക് പോയത്. എക്കലോൺ ഫോമിൻ്റെ അകത്ത് റോ ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ എക്കലോൺ ഫോമിൽ മെട്രിക്സ് എ ബിയെ കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ ബാക്കി കിട്ടുന്നതാണ് മെട്രിക്സ് എയുടെ ഇക്വലന്റ് ഫോം അല്ലെങ്കിൽ എക്കലോൺ ഫോം. അതിൽ നിന്ന് മെട്രിക്സ് എയുടെ റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റും. എപ്പോഴും ഈ പ്രോസസ്സെ കണ്ടിന്യൂ ചെയ്യാവും. നമ്മൾ എ ബിയുടെ എക്കലോൺ ഫോം എടുക്കുക, അതിൽ നിന്ന് ലാസ്റ്റ് കോളം എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് മെട്രിക്സ് എയുടെ എക്കലോൺ ഫോം ആയിരിക്കും. അതിൽ നിന്ന് എയുടെ റാങ്ക് കണ്ടുപിടിക്കുക. സോ ഹിയർ റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എന്താണ്, റാങ്ക് ഓഫ് എ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3, വിച്ച് മീൻസ് സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്. ഇത് കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, നൗ ഇതും നമ്പർ ഓഫ് വേരിയബിൾസും സെയിം ആണ്. ദിസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. ഇവിടെ 3 വേരിയബിൾസ് ആണ്. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് എ യുണീക് സൊല്യൂഷൻ. ഇതിന് എക്സാക്ട്ലി ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഓക്കെ, നൗ ആ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ എയുടെ ഇക്വലന്റ് ഫോം ഇതാണ്, ബിയുടെ ഇക്വലന്റ് ഫോം ഇതാണ്. നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യും. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ഓക്കെ, നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു ബിക്കകത്ത് റീപ്ലേസ് ചെയ്യുന്നു. റീപ്ലേസിങ് in x is equal to b. X is equal to b കകത്ത് റീപ്ലേസ് ചെയ്യുമ്പോൾ we get 1 0 0 0 1 0 0 0 1 into what, x y z is equal to b is 135. So that is എഴുതുമ്പോൾ x is equal to x plus 0y plus 0z is equal to 1. Next is 0x plus 1y plus 0z is equal to 3. That is y is equal to 3 and z is equal to 5. So these are the solutions. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക. അത് ലാസ്റ്റ് എയോടൊപ്പം ഒരു പുതിയ കോളം കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക. ആ റാങ്ക് എക്കലോൺ ഫോമിലെ കണ്ടുപിടിക്കാവും. വിച്ച് മീൻസ് ഓൺലി യൂസ് റോ ട്രാൻസ്ഫോർമേഷൻ, കോളം ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യരുത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഫസ്റ്റ് ലാസ്റ്റ് കോളം ഒഴിവാക്കിയിട്ടുള്ള ബാക്കി മെട്രിക്സ് എഴുതുക. അപ്പോൾ എയുടെ എക്കലോൺ ഫോം കിട്ടും. അതിൽ നിന്ന് എയുടെ റാങ്ക് കണ്ടുപിടിക്കുക. രണ്ടും സെയിം ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്, രണ്ടും സെയിം അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് അല്ല. കൺസിസ്റ്റന്റ് ആണെങ്കിൽ യുണീക് നമ്പർ ഓഫ് വേരിയബിൾസുമായിട്ട് ഈക്വൽ ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എയുടെ ഇക്വലന്റ് ഫോമും ബിയുടെ ഇക്വലന്റ് ഫോമും എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ അത് റീപ്ലേസ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ബാക്കി സൊല്യൂഷൻ. സോ ദിസ് ഈസ് ദ പ്രോസസ്. Okay, I hope you understood. Thank you.